3 വയസ്സുകാരി മകൾ സെന്നുവിന് പെരുന്നാൾ വസ്ത്രവുമായി വരാമെന്ന് പറഞ്ഞു പോയ യാസിർ തിരികെ വന്നത് ഭാര്യ ഷിബിലെ കൊലപ്പെടുത്താനിട്ടുള്ള കൊലക്കത്തിയുമായിട്ടായിരുന്നു. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. എന്നാൽ യാസിറിന്റെ ലഹരി ഉപയോഗവും ശാരീരിക പീഡനവും ഒടുവിൽ ഷിബിലയുടെ മരണത്തിലാണ് കൊണ്ടവസാനിച്ചത്. ശരിക്കും മറ്റൊരു വഴിയുമില്ലാതെയാണ് ഷിബില യാസിറിനൊപ്പം താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നും മകൾക്കൊപ്പം കാക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് മാറിയിരുന്നത്. 2020 ഇരുവരും വിവാഹിതരായത്. വിവാഹശേഷം അടിവാരത്തെ വാടക വീട്ടിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. 3 മാസം മുൻപായിരുന്നു ഷിബില ഈങ്ങാപ്പുഴ കാക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിയത്. ലഹരിക്കടിമയായ യാസിറിന്റെ ആക്രമണമാണ് ഇതിന് പിന്നിലെ കാരണമെന്നാണ് പൊതുവെ പറയുന്നത്. തിരിച്ചു ചെന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് യാസിർ നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി 7:10 കാറിലാണ് യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് വന്നിരുന്നത്. തിരിച്ചു പോകാൻ പാകത്തിന് കാർ നിർത്തിയിട്ടായിരുന്നു വീട്ടിലേക്ക് യാസിർ കയറിയിരുന്നത്. പിന്നീട് ഭാര്യയെ വെട്ടുകയായിരുന്നു ഇയാൾ ചെയ്തത്. ഈ ആക്രമണം തടയാൻ വന്നപ്പോൾ ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാന്, മാതാവ് ഹസീന എന്നിവർക്കും ഇയാളുടെ വെട്ടേൽക്കുകയുണ്ടായി.